pray before we. Loving Heavenly Father, Lord, we want to thank you and praise you. Thank you, Lord, that even as we have come to the close of one more year, Lord, we thank you for your goodness, for your faithfulness, Lord. And Lord, we want to look into your word. Lord, we want to look for direction for this coming year. Lord, we seek your guidance as we look into this word. Speak to our heart. In Jesus Christ's precious name we pray. Amen. So we are in the last evening of 2024. നമ്മൾ 2024 ഏറ്റവും അവസാനമായിട്ടുള്ള സായാഹ്ന സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. And year-ends are a time of looking back, reflecting, and being thankful to God. വർഷാവസാനം എന്ന് പറയുമ്പോൾ അത് ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെയും ആ കഴിഞ്ഞുപോയ വർഷത്തെ കുറിച്ച് വിചിന്തനം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസരമാണ്. And so we dwell on God's faithfulness and His goodness in our lives. അതിനാൽ നാം ദൈവത്തിന്റെ വിശ്വസ്തതയെയും നമ്മുടെ ജീവിതത്തില് അവന്റെ നന്മയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. And then we reflect on our journey this past year. അതിനുശേഷം ഈ കഴിഞ്ഞുപോയ വർഷത്തില് നമ്മുടെ യാത്രയെ കുറിച്ച് ചിന്തിക്കും. We think about our accomplishments, we think about our failures, we think about our highs, we think about our lows. നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച്, നമ്മുടെ പരാജയങ്ങളെ കുറിച്ച്, നമ്മളുടെ ഉയർച്ചയും നമ്മളുടെ താഴ്ചയെ കുറിച്ചും. And very often when we reflect, what stands out more is our lows. Our highs go down and our lows go up, and we end up being regretful. പലപ്പോഴും നാം ഇക്കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ താഴ്ച കൂടുതൽ ഉയരത്തിലേക്ക് വരികയും നമ്മുടെ ഉയർച്ച കൂടുതൽ താഴോട്ട് പോവുകയും അത് നമ്മളെ നിരാശയിലേക്ക് നടത്തുകയും ചെയ്യും. And so it's like at the end of the year we are just happy this year is over and it's our new page is starting. അതിനാൽ ഈ വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. കാരണം ഈ ഒരു വർഷം കഴിഞ്ഞു പോയല്ലോ, ഇനി ഒരു പുതിയ അധ്യായം തുടങ്ങുവാൻ പോവുകയാണ്. So at the start of the new year we are all excited. We want to put away everything that is undesirable. അതിനാൽ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തില് നമ്മൾ ആഗ്രഹിക്കാത്ത എല്ലാ കാര്യങ്ങളെയും മാറ്റി വെച്ചിട്ട് പുതിയ കാര്യങ്ങൾ ആഗ്രഹിക്കും. We want to quit all our bad habits. നമ്മുടെ മോശമായിട്ടുള്ള എല്ലാ ശീലങ്ങളെയും വിട്ട് We want to develop good habits. ശീലങ്ങളെ പടുത്തുയർത്തി We want to manage our time better. നമ്മുടെ സമയത്തെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്ത് We want to put away distractions. We want to study better. നമ്മളുടെ പഠനത്തെ മെച്ചപ്പെടുത്തി ആ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് We are going to exercise some more. കൂടുതലായിട്ട് നമ്മൾ വ്യായാമം ചെയ്ത് and we're going to do more ministries. കൂടുതലായിട്ട് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് and we're going to equip ourselves to face challenges. അതിന് നമ്മെ തന്നെ വെല്ലുവിളികൾ നേരിടുവാൻ സജ്ജമാക്കിക്കൊണ്ട് we just turn to Luke chapter 10. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. verse 41 and 42. 41-ഉം 42-ഉം വചനങ്ങള്. കർത്താവ് അവളോട്, മാർത്തായേ മാർത്തായേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. Yeah, I think the Malayalam version is similar to some of the English versions, not the majority. It's similar to the NASB 77 and the NIV 2011. Where you see some of the English translation, it says, you are worried and upset
about many things, but one thing is necessary. That's majority of the translations. But some of the English translations follow some of the manuscripts which say you are. I'll read it from the NASB 77. You are bothered about so many things, but only a few things are necessary. Really, only one. പല ഇംഗ്ലീഷ് പരിഭാഷകളും വ്യത്യസ്തമായിട്ടാണ്. അതിന് മലയാളം പരിഭാഷ NASB 77 NIV 2011 ചേർന്ന് പോകും. എന്നാൽ ചില ഇംഗ്ലീഷ് പരിഭാഷയുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. കാരണം മലയാളത്തിൽ വരുമ്പോൾ അല്പമേ വേണ്ടൂ എന്നാണ്. അനേക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു, അല്പമേ വേണ്ടൂ. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. So basically, you get the feel it's going from many, few, one. അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഈ ഒരു ആശയം കിട്ടും. അനേക കാര്യങ്ങളിൽ നിന്നും താഴോട്ട് പോയി കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഒരു കാര്യത്തിൽ എത്തിച്ചേരുന്നു. No, Jesus is telling Martha, you are so distracted, you are so bothered about so many things, but few things, and then you bring it down to that one important thing. നമുക്ക് ഇത് വായിക്കുമ്പോൾ കിട്ടുന്ന ആശയം, കർത്താവ് മർത്തായോട് പറയുന്ന, മർത്തായ നീ പല കാര്യങ്ങളാല് വ്യാകുലപ്പെട്ടിരിക്കുന്നു, എന്നാൽ അതെല്ലാം കുറയ്ക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. So whatever translation you use, it comes down to one thing is important. ഏത് പരിഭാഷ നിങ്ങൾ ഉപയോഗിച്ചാലും ആത്യന്തികമായിട്ട് ഒരു കാര്യത്തിൽ നാം എത്തിച്ചേരുന്നു. അതായത് ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. One thing is important and one thing is necessary, and Mary has chosen that. ഒരു കാര്യം മാത്രമേ പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ, ഒരു കാര്യം മാത്രമേ അത്യാവശ്യമായിട്ടുള്ളൂ. ആ ഒരു കാര്യം മറിയ തെരഞ്ഞെടുത്തിരിക്കുന്നു. You know, in the midst of so many things that we are trying to do, in the midst of so many things that we are trying to overwhelm ourselves with, you know, God is trying to bring us down to that one thing. നമ്മള് പല കാര്യങ്ങളാൽ, അനേക കാര്യങ്ങളാൽ പിടിക്കപ്പെട്ട് അതിന്റെ നടുവില് അകപ്പെട്ടിരിക്കുമ്പോൾ ദൈവം നമ്മെ അത്യാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. You know, we usually work at it the other way around. We take on 100 things, and then when everything becomes unmanageable, we start cutting off everything. എന്നാൽ നാം നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഒരേ സമയത്ത് 100 കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അത് വിച്ഛേദിച്ച് കുറച്ചു കൊണ്ടുവരുന്നു. Jesus is saying, you focus on that one thing and everything else will fall into place. യേശു പറയുന്നത്, നീ ആ ഒരു കാര്യത്തിൽ മാത്രം ഏകാഗ്രതയോടുകൂടി ശ്രദ്ധ കൊടുക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് വന്ന് ഇരിക്കും. And what is that one thing? ആ ഒരു കാര്യം എന്താണ്? Luke chapter 10, in that same passage, verse 39 says, she had a sister called Mary who sat at the Lord's feet and listened to his teaching. 10-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. You know, this last year was somehow so much more challenging to do this, spending more undistracted, uninterrupted time at the feet of Jesus, for me personally. എനിക്ക് വ്യക്തിപരമായിട്ട് കഴിഞ്ഞ ഒരു വർഷം കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ ആയിരുന്ന് മറ്റനേക കാര്യങ്ങളാല് വ്യതിചലിച്ചു പോകാതെ അവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുവാൻ, അത് ശ്രദ്ധിക്കുവാൻ എന്നെ സഹായിച്ചു. And Jesus was saying, this is that one thing which is absolutely essential and necessary for you.
യേശു പറയുന്നത് ഈ ഒരു കാര്യമാണ് ഏറ്റവും സത്തയായിട്ടുള്ളത്, ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്, അവന്റെ വചനത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത്. And this is my prayer for myself and for everyone here that we will focus this year on that one thing. ഈ ഒരു കാര്യമാണ് എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ വരുന്ന ഒരു വർഷക്കാലം ആ ഒരു കാര്യം അവന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവന്റെ വചനം ശ്രവിക്കുക എന്നുള്ളത്. Yeah, that we will sit at the feet of Jesus, you and Jesus, undistracted, uninterrupted. അതെ, നാം യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് യേശുവും നാമും യാതൊരുവിധ മറ്റ് ചിന്തകളാല് കാര്യങ്ങളാല് വ്യതിചലിച്ചു പോകാതെ അവന്റെ വചനം ശ്രമിക്കുക എന്നുള്ളത്. Now, why is this necessary? Why is this important? എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്? It's very, it's when we teach students to get their attention, first thing we have to tell them is why what you're learning is important. നമ്മള് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കേണ്ടത്, അവരെ പഠിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത് അവർ പഠിക്കേണ്ടതായിരിക്കുന്നത് എന്നുള്ളതാണ്. If you say you're teaching them and you say if you don't do this when you become a doctor, you can kill your patient if you don't know this, then suddenly they all become very alert. കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രോഗികളെ ചികിത്സിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ രോഗികളെ നിങ്ങൾ കൊല്ലും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ അതിലേക്ക് വരും, ആ വിഷയത്തിലേക്ക്. So why does Jesus say this is necessary? Why is this one thing that Mary chosen? This is the important, this is the necessary thing. എന്തുകൊണ്ടാണ് യേശു പറഞ്ഞ് ഈ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, മറിയ തെരഞ്ഞെടുത്ത ഈ ഒരു കാര്യം അത്യാവശ്യമായിട്ടുള്ളതായിരിക്കുന്നത്? See, it's only the first thing is it's only when we are with Jesus, at the feet of Jesus, abiding with Jesus, that we can bear genuine fruit in our life. യേശുവിന്റെ പാദപീഠത്തില് നാം ആയിരിക്കുമ്പോൾ, നാം അവനിൽ വസിക്കുമ്പോൾ മാത്രമേ ഫലം നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുള്ളൂ. We can do a lot of planning that I'm going to do this for Jesus this year. I'm going to be a good person this year. I'm not going to become angry. I'm not going to do this. I'm not going to do this. But unless we are abiding with Christ, none of this is going to be possible. നമുക്ക് അനേക കാര്യങ്ങള് പദ്ധതികള് തയ്യാറാക്കുവാൻ കഴിയും. ഞാൻ യേശുവിനെ ശ്രദ്ധിക്കും, മറ്റൊരു കാര്യവും ചെയ്യുകയില്ല, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പദ്ധതികളിടാം. പക്ഷേ അതെല്ലാം ഫലവത്താകണമെങ്കിൽ നാം യേശുവിൽ വസിക്കേണ്ടിയിരിക്കുന്നു. That's why in John 15:5, it says, Jesus says, if you abide in me, you will bear much fruit. Apart from me, you can do nothing. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയില്ല. Psalms 1:2-3 says, he meditates on his word day and night, and he will be like a tree that is planted by the streams that bears fruit. 1-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാന്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്നാണ്. It's when we're meditating on his word day and night, that word becomes our food. It's in our thought. We are meditating on it day and night. We are fellowshipping with Christ day and night. And that's when we start bearing fruit. നമ്മള് ദൈവത്തിന്റെ വചനം രാപ്പകൽ ധ്യാനിക്കുമ്പോൾ, ആ രാപ്പകൽ ധ്യാനിക്കുന്ന ആ വചനം നമ്മുടെ ചിന്തയിലും നമ്മുടെ മനസ്സിലും നിറഞ്ഞ് നാം ക്രിസ്തുവിനോട് കൂടെ കൂട്ടായ്മ ആചരിക്കുമ്പോൾ ആ അവസരത്തിലാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. The second thing is that Jesus becomes our strength in times of trouble. രണ്ടാമത്തെ കാര്യം, യേശു നമ്മുടെ ശക്തിയാകും, നമ്മുടെ ബലമാകും നമ്മളുടെ പ്രശ്നങ്ങളില്.
we read of this one thing again when David says in Psalms 27. ഈ ഒരു കാര്യത്തെ കുറിച്ച് ദാവീദ് 27-ാം സങ്കീർത്തനത്തില് പറയുമ്പോൾ നാം അത് കേൾക്കുന്നു. Psalms 27 verse 4. Again, David is saying, one thing have I asked for of the Lord, that will I seek after, that I may dwell in the house of the Lord all the days of my life, to gaze upon the beauty of the Lord and to inquire in his temple. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. Psalms 27 verse 4. 4-ാം വാക്യം, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. See, David was a king. David is not a Levite priest who should be in the temple every day, but that's where his heart was. His heart was to be in the presence of God. ദാവീദ് ഒരു രാജാവായിരുന്നു. അവന്റെ ലേവ്യ പുരോഹിതനായിരുന്നില്ല. ലേവ്യ പുരോഹിതന്മാരാണ് രാപകൽ ദേവാലയത്തിലായിരുന്നത്. എങ്കിലും ദാവീദിന്റെ ഹൃദയം ദേവാലയത്തിലായിരുന്നു. അവിടെയായിരുന്നു അവന്റെ ഹൃദയവും ധ്യാനവും. And so if you read the verse prior to this, verse 3 is, though an army encamp against me, my heart shall not fear. Though war arise against me, yet I will be confident. ഇതിന്റെ മുന്നിലുള്ള വാക്യം നാം വായിക്കുമ്പോൾ 3-ാം വാക്യം, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. And the verse after that says, he will hide me in his shelter in the day of trouble. Verse 5. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. You see, this is the strength, this is the confidence that David has when facing his enemies, because he is abiding with the Lord, because he is always seeking the presence of the Lord. ഇതാണ് ദാവീദിന്റെ ബലവും ദാവീദിന്റെ ഉറപ്പും. അതിന്റെ കാരണം അവന്റെ ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ഈ ഉറപ്പും ബലവും ഉണ്ടാകുവാന് രാപകല് അവൻ യഹോവയിൽ വസിച്ചു എന്നുള്ളതാണ്. Then the third thing is, when we are in the presence of the Lord, we have an awareness of how temporary this wicked world is. 3-ാമത്തെ കാര്യം, നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അവബോധം ഉണ്ടാകുന്നു, ഈ ലോകം എത്ര ഈ ദുഷ്ടലോകം എത്ര താൽക്കാലികമാണ് എന്നുള്ളത്. All through this past year, one thing was, your blood was boiling when you saw unfair things happening and you saw wickedness happening all around you. Your blood was boiling. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരു കാര്യം, നമ്മുടെ രക്തം തിളച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ദുഷ്ടത നാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ, and you'd say, oh, that is so unfair. How come these people are getting away with this? നമ്മള് ഇങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ടാകാം, ഇത് എന്തോ ഒരു അനീതിയാണ്, ഇവരൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? Why is God not doing something about these people? ഈ വ്യക്തികൾക്ക് എതിരായിട്ട് ദൈവം എന്തുകൊണ്ടാണ് ഒന്നും പ്രവർത്തിക്കാത്തത്? Asaph had the same issue in Psalm 73. 77-ാം സങ്കീർത്തനത്തില് 73-ാം സങ്കീർത്തനത്തില് ആസാഫിന് ഇതേ ഒരു വിഷയം ഉണ്ടായിരുന്നു. So it starts by saying, truly God is good to Israel, to those who are pure in heart. But as for me, my feet had almost stumbled, my steps had nearly slipped, for I was envious of the arrogant when I saw the prosperity of the wicked. അത് ഈ സങ്കീർത്തനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം, എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. And so the whole Psalms is, he's telling, though these guys are like this, they're prosperous, they, very healthy, they're wealthy, they're just prospering like anything. And he's saying, in vain I have become, I've been going to worship in vain, I'm doing all good stuff, but these guys are just prospering. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഈ വ്യക്തികൾ ഇത്രമാത്രം ദുഷ്ടതയെല്ലാം പ്രവർത്തിച്ചിട്ടും അവരെ അഭിവൃദ്ധി പ്രാപിക്കുകയും അവർ ധനവാന്മാരായി തീരുകയും അവർക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ഞാന്
നല്ലവനായി ജീവിച്ച് ആരാധനയ്ക്കെല്ലാം പോകുന്നത് വ്യർത്ഥമായല്ലോ എന്ന്. Then you read verse 16 and 17. But when I thought how to understand this, it seemed to me a wearisome task until I went into the sanctuary of God. Then I discerned their end. 15-16 വാക്യങ്ങള്. ഞാൻ ഇങ്ങനെ സംസാരിക്കുവാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാൻ ഇത് ഗ്രഹിക്കുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. Until you go into the presence of the Lord and you realize the strength of God, how eternal God's plans are, what is the insight that we get in God's presence, then you realize that these people are actually not prospering. They're just there for a short time and they're actually going down a path that is leading to destruction. Then you start having empathy or sympathy for them instead of being angry with them for their unfairness and wickedness. യഥാർത്ഥമായിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിൽ ധ്യാനിക്കുമ്പോഴാണ് ഈ വ്യക്തികളുടെ അഭിവൃദ്ധിയും അവരുടെ വളർച്ചയും എല്ലാം എത്ര താൽക്കാലികമാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. വാസ്തവത്തില് അവര് നിൽക്കുന്നതും അവര് കടന്നു പോകുന്നതും ഒരു തകർച്ചയിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവരോട് നമുക്ക് സഹതാപം തോന്നുവാൻ ഇടയാകും. Yeah. So then the next point, the fourth one, is that our transformation depends on us being in the presence of God. നാലാമത്തെ കാര്യം, നമ്മുടെ രൂപാന്തരം നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും. 2 Corinthians chapter 3 verse 18. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം. Where it says, we all with unveiled face beholding the glory of God as looking as in a mirror are being transformed into that same image from one degree of glory to another. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. We are transformed by what we spend maximum time with. നമ്മള് രൂപാന്തരപ്പെടുന്നത് നാം എന്തുമായിട്ടാണോ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. Romans 12 verse 2 says, do not conform any longer to the pattern of this world, but be transformed by the renewing of your mind. So meaning, if you are into this world, following the pattern of the world, you're going to be transformed into that. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നാണ്. നാം ഈ ലോകത്തിലെ കാര്യങ്ങളിലാണ് വ്യാപൃതരായി അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നതെങ്കിൽ നാം ഈ ലോകത്തിലേക്ക് രൂപാന്തരപ്പെടും. So we spend 5 minutes in the Bible and 23 hours and not 23 hours, maybe a few hours, but you spend much more hours in the world. Where is your transformation going to be? നിങ്ങൾ 5 മിനിറ്റ് വേദപുസ്തകത്തിൽ ചെലവഴിച്ചിട്ട് ഭൂരിഭാഗം സമയവും ലോകത്തിൽ ആണ് ചെലവഴിക്കുന്നതെങ്കിൽ എവിടെയായിരിക്കും രൂപാന്തരം നടക്കുന്നത്? To be transformed into his likeness, we have to be gazing at him with unveiled faces. He's given us the opportunity to come with unveiled faces, to come into his presence. But are we using that? നാം അവനെ പോലെ അവനിലേക്ക് രൂപാന്തരപ്പെടണമെങ്കിൽ നാം അവന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. The next thing, the fifth one, is being in God's presence. Being in the presence of Jesus, we become aware of our own wretchedness. അഞ്ചാമത്തെ കാര്യം, നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നാം നമ്മെ കുറിച്ച് തന്നെ നമ്മുടെ ആ കുറവിനെ കുറിച്ച് നമ്മുടെ ദുഷ്ടതയെ കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിത്തീരും. See, if we are looking at people in the world, we are looking at the news headlines, and that is our standard. Like we say, this fellow murdered 10 people, this fellow
ran his car over people in Christmas Day in Germany, and we say that, oh, what horrible people, and I'm not so bad. നമ്മള് വാർത്തകളുടെ തലക്കെട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് ഇരിക്കുകയാണെങ്കിൽ ഈ വ്യക്തി 10 പേരെ കൊന്നു, ഈ വ്യക്തി ക്രിസ്മസ് ദിനത്തില് ആളുകളുടെ മുകളിൽ കൂടെ ആളുകളുടെ മധ്യത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റി, അതൊക്കെ നാം കേൾക്കുമ്പോൾ നാം പറയും എന്തോ ഒരു ദുഷ്ട മനുഷ്യരാണ് ഇവരെല്ലാം എന്ന്. But Isaiah, in Isaiah chapter 6, we read, Isaiah, the previous chapters, Isaiah was saying, woe unto you, woe unto you. He's like just, blasting everyone in in the whole of Israel. Woe unto you, woe unto you, woe unto you, you do this, you want. In Isaiah chapter 6, he comes into the presence of the Lord and he says, woe unto me. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 6-ാം അധ്യായത്തിന് മുൻപ് വരെ യെശയ്യാവ് ഈ ജനത്തെ നോക്കിയിട്ട് അവരുടെ പ്രവൃത്തികളെ കണ്ട് അവർക്കെതിരായിട്ട് പ്രവചിച്ചു. നിങ്ങൾക്ക് കഷ്ടകാലം എന്ന് പ്രവചിച്ച ആ പ്രവാചകൻ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അയ്യോ എനിക്ക് കഷ്ടം എന്ന് പറയുന്നു. When we come into God's presence, when it is feet undistracted with the word, we realize that, man, my heart needs so much more changing. നമ്മള് കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം മറ്റൊന്നിലേക്കും വ്യതിചലിച്ചു പോകാതെ നാം അവന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ആ രൂപാന്തരത്തെ കുറിച്ച് നമുക്ക് ബോധ്യം വരും. When we see Jesus' life and we see ours, we realize that there's so much more to change within. നമ്മൾ യേശുവിന്റെ ജീവിതം കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ബോധ്യമാകും, എന്തുമാത്രം എന്റെ ജീവിതം രൂപാന്തരപ്പെടേണ്ടതായിരിക്കുന്നുവെന്ന്. That's why the life of a believer is a lifestyle of repentance, where daily, where we see things, God brings it to light, we repent of it, and we move to the next level. Then God sheds more light into an area, then we repent of that, and we turn away from that. And that has to be constantly happening in the presence of God. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതം തുടർമാനമായിട്ടുള്ള മാനസാന്തരത്തിന്റെ ജീവിതമായി തീരുന്നത്. നാം യേശുവിലേക്ക് നോക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകാശം കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ മാനസാന്തരപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ, നാം മാനസാന്തരപ്പെട്ട് അടുത്ത പടിയിലേക്ക് പോകുമ്പോൾ ദൈവം അവിടെ കൂടുതൽ വെളിച്ചം പകരുകയും അവിടെയും നമ്മൾ മാനസാന്തരപ്പെട്ട് അങ്ങനെ തുടർമാനമായിട്ടുള്ള ഒരു മാനസാന്തരത്തിന്റെ ജീവിതമായി തീരും ഒരു വിശ്വാസിയുടേത്. Then the next thing is, sixth one is, in the presence of God, in the presence of our Lord, we have fullness of joy and lasting pleasure. 6-ാമത്തെ കാര്യം, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷത്തിന്റെ പൂർണ്ണത ഉണ്ട്. In our fallen nature, we were created to enjoy God's presence. We were created for God's glory, and we were created to enjoy His presence. But it's the fallenness in this world that we seek pleasure from other avenues. നമ്മള് സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടുള്ള ആ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ വീണുപോയ ആ പ്രകൃതിയിൽ നമുക്കത് സാധ്യമാകുന്നില്ല. Psalm 16 verse 11, you have made known to me the path of life. In your presence there is fullness of joy. At your right hand of pleasures forevermore. 16-ാം സങ്കീർത്തനം 11-ാം വാക്യം, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയിൽ നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. Is that our experience? That wow, we have pleasures forevermore when we are with the Lord. അതാണോ നമ്മുടെ അനുഭവം? എന്നും എന്നേക്കും ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണത. Or are you looking at the clock? Oh, I need to at least half an hour to spend with the word. Okay, half an hour over. No, I can go. അതോ നമ്മള് ഘടികാരത്തിലേക്ക് നോക്കി എനിക്കിനി അരമണിക്കൂർ കൂടി ഉണ്ട് ദൈവദിനം ആയിട്ട് ചെലവഴിക്കാൻ, ആ സമയം കഴിഞ്ഞു, ഇനി എനിക്ക് പോകാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണോ? There used to be in one of the churches I attended, there was one brother.
he used to try and speed up the whole service so that it finishes quickly. ഞാൻ ഒരു സഭയില് പങ്കെടുത്തപ്പോൾ അവിടെയുള്ള ഒരു സഹോദരന് അവിടുത്തെ എല്ലാ ശുശ്രൂഷകളും വളരെ വേഗത്തില് തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, കാരണം പെട്ടെന്ന് പോകുവാൻ വേണ്ടി. Like after 2 songs, they go on to the floor for prayer. It's on the day we sit on the floor and then we get up. So this person is like, waiting to jump down and then jump up, so he's trying to speed up the whole thing. 2 പാട്ടിന് ശേഷം അവര് നിലത്തിരിക്കും. എന്നാല് ഈ സഹോദരന് ഓരോ പ്രാവശ്യവും പെട്ടെന്ന് അടുത്ത കാര്യത്തിലേക്ക് എഴുന്നേറ്റ് നീങ്ങിക്കൊണ്ടിരുന്നു. So is that, how time with Lord is over? It's getting over. Church is over. അതാണോ നാം കർത്താവുമായിട്ട് സമയം ചെലവഴിക്കുന്നത്? എത്രയും വേഗം തീർന്നെന്നുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി. We need to realize that in His presence is pleasures which this world cannot give. നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, അവന്റെ സന്നിധിയില് സന്തോഷം ലോകത്തിന് നൽകാൻ കഴിയാത്ത സന്തോഷമുണ്ട് എന്ന്. Finally, it's in His presence that we find our purpose, what He wants us to do with our lives. അവസാനമായിട്ട് ദൈവത്തിന്റെ ആ സന്നിധിയിലാണ് അവൻ നമ്മെ കുറിച്ച് എന്താഗ്രഹിക്കും, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. So when Isaiah was in God's presence, that finally he said, "Here I am, Lord, send me." യേശയ്യാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരുന്നപ്പോഴാണ് അവസാനമായിട്ട് യേശയ്യാവിന് പറയുവാൻ കഴിഞ്ഞത്, ഞാനിതാ എന്നെ അയക്കണമേ എന്ന്. God has a different purpose for all of us. It's not all the same. It might be a small thing, might be a big thing, might be for a season, but God has a purpose in everything. നമ്മെ കുറിച്ച് ദൈവത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം ഓരോരുത്തരെ കുറിച്ചും. ചിലപ്പോൾ ഒരു സമയത്തേക്കല്ല, ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായിരിക്കാം. പക്ഷേ ദൈവത്തിന് വ്യത്യസ്തമായിട്ട് നമ്മളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. Because Paul had that relationship with Jesus, even when he was in prison, he writes to the Philippians from prison, he's saying, I know God has kept me here to witness to the Praetorian guards. That's why I'm in jail. പൗലോസിന് ദൈവമായിട്ട് അത്ര ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് കാരാഗൃഹത്തിലായിരുന്നപ്പോഴും അവിടെ നിന്ന് ഫിലിപ്പിയക്കാർക്ക് എഴുതുമ്പോൾ അവരോട് പറയുവാണ്, ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ആ കാരാഗൃഹത്തിലുള്ള സൈന്യത്തോട്, അവിടെയുള്ള പടയാളികളോട് സുവിശേഷം സാക്ഷീകരിക്കുവാൻ വേണ്ടിയാണ്. So he was at peace because he had that fellowship with Christ. He knew that, okay, this season here, prison, okay, this is what he wants me to do. ദൈവമായിട്ട് ആ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ട് പൗലോസിനെ തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അറിയാമായിരുന്നത് കൊണ്ട് കാരാഗൃഹത്തിലായിരുന്നപ്പോഴും പൗലോസിന് സമാധാനം ഉണ്ടായിരുന്നു. പൗലോസ് ഇങ്ങനെ ചിന്തിച്ചു, ദൈവം എന്നെ ഈ സമയത്ത് ഇവിടെയാക്കിയിരിക്കുന്നത് അവിടെയുള്ളവരോട് സുവിശേഷം പറയുവാനാണ്. This year, Lord wants us to get back to that one thing. ഈ വർഷം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് മടങ്ങി വരുവാനാണ്. If we get back to that one thing, it's not just that's it. All these things will be added to that. ഈ ഒരു കാര്യത്തിലേക്ക് നാം മടങ്ങി വരികയാണെങ്കിൽ ആ ഒരു കാര്യം മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും അതിനോട് കൂട്ടിച്ചേർക്കപ്പെടും. When you are abiding with Him, you will bear genuine fruit. നാം അവനോട് കൂടെ വസിക്കുമ്പോൾ യഥാർത്ഥ വാസ്തവമായിട്ടുള്ള ഫലം നാം പുറപ്പെടുവിക്കും. You will find strength in times of trouble. പ്രശ്നങ്ങളുടെ മധ്യേ നിങ്ങൾ ബലം കണ്ടെത്തും. You will have insight and peace when you see wickedness and unfairness in this world. ഈ ലോകത്തില് ദുഷ്ടതയും തിരിച്ചു വ്യത്യാസങ്ങളും എല്ലാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. You will experience transformation. നിങ്ങൾ രൂപാന്തരം അനുഭവിക്കും. You'll come face to face with your own wretchedness, and that will lead to repentance. നിങ്ങളുടേതായിട്ടുള്ള ആ ദുഷ്ടതയുമായിട്ട് മുഖാമുഖം വരികയും മാനസാന്തരത്തിലേക്ക് അത് നടത്തുകയും ചെയ്യും. And as you start to enjoy a time
with God, you realize that this is a pleasure which the world cannot give. നിങ്ങൾ കർത്താവുമായിട്ടുള്ള ആ സമയം ചെലവഴിക്കുന്നത് ആസ്വദിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സന്തോഷം ലോകത്തിന് തരാൻ കഴിയാത്തതാണ്. And as you spend time with him, he will reveal his purpose for your life. നാം അവനോടുകൂടെ സമയം ചെലവഴിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ആ ഉദ്ദേശം അവൻ വെളിപ്പെടുത്തി തരും. Every season of life, he will guide you, he will show you what you need to do. ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും അവൻ നമ്മെ നയിക്കുകയും അവന്റെ ഉദ്ദേശങ്ങള് വെളിപ്പെടുത്തി തരികയും ചെയ്യും. May God continue to guide us and lead us through this coming year. ദൈവം തുടർന്നും നമ്മളെ നയിക്കുകയും നമ്മളെ നടത്തുകയും ഈ വരും വർഷങ്ങളിൽ ചെയ്യട്ടെ. His name be praised. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.